നിങ്ങളെല്ലാവരും നന്നായിട്ട് കളിക്കുമോ? എന്നാ കളി കളിക്കുന്നത്? ഫുട്ബോൾ കളിക്കുന്നത് സാധിക്കും. മുതിർന്ന കുട്ടികളൊന്നും കളിക്കുക. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ രൂപതയുടെ പേര് ഇടുക്കി രൂപതാണോ അല്ലേ? ഇടുക്കി രൂപതയെ കുറിച്ച് നിങ്ങളോട് ചെറിയ ചോദ്യം ചോദിക്കാൻ പോകും. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളോടാണ് ആദ്യം ചോദിക്കുന്നത്. നമ്മുടെ രൂപതയുടെ ആദ്യത്തെ മെത്രാന്റെ പേര് അറിയാവുന്നവരാണ്. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളോടാണ് ചോദിക്കുന്നത്. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിട്ട് കാണും അല്ലേ? നമ്മുടെ രൂപത എന്നാ സ്ഥാപിതമായത്? 2002. അപ്പം നമ്മുടെ രൂപത സ്ഥാപിതമായിട്ട് 23 വർഷം കഴിഞ്ഞു. 23 വർഷം കഴിഞ്ഞു. ഈ 23 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ആരെങ്കിലും 23 വയസ്സുള്ള പിള്ളേരുണ്ടോ? ടീച്ചർമാരില്ലാതെ വേറെ ആരാ 23 വയസ്സുള്ളവരുണ്ട്? കഴിഞ്ഞ വർഷം ഉപ്പുതോട്ടിലെ കുട്ടികൾക്ക് രൂപതാടിസ്ഥാനത്തിൽ പാട്ടിന് സമ്മാനം കിട്ടുന്നില്ലയോ? കിട്ടിയായിരുന്നു? ആ പാട്ട് പാടിയായിരിക്കും എഴുതിയത്. കരോൾഗാന മത്സരത്തിനാണ്. ഈ പിള്ളേരാണ്. ഇത്രയും പിള്ളേരെ പാടിയത്. മുതിർന്നവരും ഉണ്ടോ അല്ലേ? നിങ്ങൾ ഇരുന്നോ കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുമോ? ഇനി 8ാം ക്ലാസ്സിന് മുകളിലുള്ള ഒരു മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. 8ന് താഴെയുള്ളൊരു നീ പിന്നെ ചോദിക്കും. നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുമോ? 8ാം ക്ലാസ്സുകാരെന്ന് എഴുന്നേറ്റ് തന്നെ. ഇരുന്നോ? ഇരുന്നിരുന്നു. വികാരിച്ചൻ പറഞ്ഞു, നിങ്ങൾ നല്ല വസ്ത്രമൊക്കെ ഇട്ടാണ് പള്ളിയിൽ വന്നത്. നേരാണോ? എല്ലാവരും ചുറ്റി നോക്കിക്കാൻ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണോ വന്നേക്കുന്നത്? പിതാവ് ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ വിശുദ്ധവും മാന്യവുമായിട്ട് കാത്തു സൂക്ഷിക്കും. വിശുദ്ധവും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ശരീരത്തിന് ചേരുന്ന രീതിയിൽ വിശുദ്ധവും മാന്യവുമായിരിക്കും. മനസ്സിലായോ? എല്ലാ ദിവസവും കുളിക്കുമോ? എല്ലാ ദിവസവും കുളിക്കണം. പള്ളി വരുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് വേണം വരാനായിട്ട്. അതുപോലെ മാന്യമായ വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരാം. ഇപ്പം നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ട് വരുന്നവർ നിങ്ങൾ ടീഷർട്ടിൽ എന്താണ് എഴുതി വയ്ക്കുന്നത് എന്നൊക്കെ നോക്കണം. നിങ്ങളത് വായിച്ചു നോക്കിയല്ല, പക്ഷെ ചിലപ്പോൾ മോശമായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഡ്രസ്സിട്ട് നമ്മൾ പള്ളിയിൽ വരരുത്. അങ്ങനെയുള്ള ഡ്രസ്സിട്ട് നമ്മൾ പള്ളിയിൽ വരരുത്. അടുത്തിടയ്ക്ക് എനിക്ക് മാത്രമല്ല മെത്രാന്മാർക്കൊക്കെ ഒരു എഴുത്ത് ഒരു ചേട്ടൻ അയച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. കൊച്ചവഴി നിന്ന് വർത്താനം പറഞ്ഞോട്ടെ. മോനോട് ഇന്ന് വർത്താനം പറഞ്ഞു. എന്നാൽ ടീച്ചറിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ ചെറുപ്പകാലത്ത് ഈ വർത്താനൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ വായിച്ചിലിപ്പം ഗൗരവത്തിലിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇന്ന് വിശ്രദ്ധയൊക്കെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ വളർന്നു. അപ്പം ആ ചേട്ടൻ എഴുതിയ എഴുത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ദൈവാലയത്തിൽ വരുമ്പോൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ പിതാക്കന്മാർ പറയണം. കാരണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കും. ഭീകരമായ രൂപങ്ങളുള്ള ഒരു ഡ്രസ്സിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആ രീതിയിലായിരിക്കും. നമ്മുടെ വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ഏത് കാര്യം നമ്മൾ സെലക്ട് ചെയ്താലും, ഏത് രീതിയിലുള്ള വസ്ത്രമാണെങ്കിലും
സെലക്ട് ചെയ്താലും അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അപ്പം നമ്മുടെ ശരീരത്തെ വിശുദ്ധമായിട്ടും മാന്യമായിട്ടും കാത്തു സൂക്ഷിക്കണം. രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമല്ല, അത് മുതിർന്നവരോട് പറയേണ്ട കാര്യമാണ്. അതിതാണ്, നമ്മുടെ ക്രൈസ്തവരായ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തുകൊണ്ട് ക്രൈസ്തവരല്ലാത്തവരെ കല്യാണം കഴിക്കുന്നു? നിങ്ങളാരും കല്യാണം കഴിക്കാൻ പോകണില്ല. നിങ്ങൾ കല്യാണം കഴിക്കണം, പക്ഷേ വിശ്വാസത്തിൽ ഒരേ വിശ്വാസം പുലർത്തുന്നവരെ വിവാഹം കഴിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ചേട്ടൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഞാൻ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം. നിങ്ങൾ ടൂർ പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ ആഘോഷത്തിന് പോകുമ്പോഴും ധരിക്കുന്ന വസ്ത്രമല്ല പള്ളി വരുമ്പോൾ ധരിക്കുന്നത്. പള്ളി വരുമ്പോൾ പള്ളി വിശുദ്ധമാണ്, വിശുദ്ധ കുർബാനയ്ക്കാണ് നമ്മൾ വരുന്നത്. അപ്പം മാന്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം. രണ്ടാമത്തെ കാര്യം, വേദപാഠം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈശോയെക്കുറിച്ച് അറിയണം. ഈശോയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ വേദപാഠം പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം പല ഇടവകളിലെയും കുട്ടികൾക്ക് ഞായറാഴ്ച വേദപാഠത്തിന് വരാൻ മടിയാണ്. അത് കുട്ടികൾ മോശമായതുകൊണ്ടല്ല, കുട്ടികൾക്ക് ഈശോയെക്കുറിച്ച് അറിവ് കുറവായതുകൊണ്ടാണ്. നമുക്ക് ഈശോയെപ്പറ്റി എവിടെ നിന്നാണ് അറിവ് കിട്ടുന്നത്? എവിടുന്ന് അറിവ് കിട്ടുന്നത്? 9ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എഴുതിയിട്ട് ഈശോയെക്കുറിച്ച് എവിടുന്ന് അറിവ് കിട്ടുന്നത്? അത് വളരെ ശരിയായ ഉത്തരവാണ്. നമുക്ക് അറിവ് കിട്ടുന്നത് ബൈബിളിൽ നിന്ന്. ബൈബിൾ നമ്മൾ വായിക്കണം. ബൈബിൾ വായിച്ച് ബൈബിൾ വചനങ്ങൾ നമ്മൾ വായിച്ച് ഉരുവിട്ട് പഠിക്കണം. ബൈബിൾ വചനങ്ങൾ വായിച്ച് ഉരുവിട്ട് പഠിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയൊരു ബലമാണ്. നമുക്ക് തെറ്റിൽ വീഴാനുള്ള പ്രലോഭനമൊക്കെ ഉണ്ടാകുമ്പോൾ ബൈബിൾ വചനം ഉരുവിട്ട് വായിച്ച് പഠിക്കും. ഈശോയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവ് ബൈബിളിൽ നിന്ന്. ആ ബൈബിളിൽ നമുക്ക് ഈശോയെക്കുറിച്ച് അറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ പള്ളിയിൽ വരുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈശോയോട് അടുക്കും. നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഏതാണ്? വിശുദ്ധ കുർബാന. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ? 4 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടി. സാധാരണഗതി 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് കാണുന്നത്. ഇവിടെ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. നിങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് വരണം കേട്ടോ. ഇനി ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവർക്ക് കഴിയും. ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് കൈതാത്തിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഒരു 16-15 വയസ്സായി, ഇനി ഞാൻ ഇതിൻ്റെ പള്ളിയിലൊന്നും വരുന്നില്ല, ഞാൻ മാറി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് ശൈലെന്ന് വിചാരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ടീനേജ് പ്രായത്തിൽ വേണം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനായി. ടീനേജ് പ്രായത്തിൽ വേണം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനായി. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈശോയുമായിട്ട് നല്ല ബന്ധവും പ്രാർത്ഥനയും എല്ലാം ആവശ്യമാണ്. ഈ ഇടവകയിൽ ധ്യാനമൊക്കെ നടത്താറുണ്ടോ? കുട്ടികൾ ധ്യാനം നടത്തിയാലേ പിള്ളേരൊക്കെ ഒരാളൊക്കെ ഉണ്ടോ? ഒരാളുണ്ടല്ലേ. അതുപോലെ പള്ളിയിൽ വരുമ്പോൾ വികാരിച്ചു എന്നോട് പറഞ്ഞു, ഇന്ന് പിള്ളേർ നല്ല ഉറക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ചില ദിവസങ്ങളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ, എല്ലാ ദിവസവും ഉറക്കെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പള്ളി വരുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കും. നന്നായിട്ട് ഉറക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇത് അൽത്താര ബാലന്മാരായിട്ട് ഗ്രഹിക്കുക. അൽത്താര ബാലന്മാർ അവരുണ്ടായ ഒരു സെക്ഷനാണല്ലേ അൽത്താര ബാലൻ. ഈ അൽത്താര ബാലന്മാരായിരുന്നവർ ഗ്രഹിപ്പിക്കും. നേരത്തെ ഇന്നെങ്കിലും അൽത്താര ബാലന്മാരായിരുന്നവർ, നേരത്തെ ആയിരുന്നവരും ഇപ്പോൾ അല്ലാത്തവരുമായിട്ടുള്ള കുട്ടികൾ ഗ്രഹിപ്പിക്കും. കൈയൊക്കെ പൊട്ടിക്കോ, ഒരു കുഴപ്പമില്ല. തലയെ കാത്തിക്കും. നമ്മൾ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ മക്കളായിട്ട് വളരും കേട്ടോ.
ഇനി ഞാൻ നിങ്ങളോട് രണ്ടു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ക്ലാസ് അനുസരിച്ചാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഏത് ക്ലാസ്സിനാണ് ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യം ഏത് ക്ലാസ്സിനാണ് ചോദിക്കുന്നത്? ഏത് ക്ലാസ്സിനാണ് ചോദിക്കുന്നത്? 12ാം ക്ലാസ്സിനാണ് ചോദിക്കുക അല്ലേ? 12ാം ക്ലാസ്സുകാരോട് ചോദിക്കും. 10 പ്രമാണങ്ങൾ കൃത്യമായിട്ട് പറയാവുന്ന കുട്ടികളൊക്കെ എഴുതിച്ച്, ആൺകുട്ടികളും പെൺകുട്ടികളും 10 പ്രമാണങ്ങൾ കൃത്യമായിട്ട് പന്ത്രണ്ടിലെ ആൺപിള്ളേരും പെൺപിള്ളേരും എഴുതിയിട്ട് കാണട്ടെ. പെൺപിള്ളേരെ എഴുതിയിരുന്നു. നിങ്ങളുടെ കൂടെ 10 പ്രമാണങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവര് ഇരുന്നു. എല്ലാവർക്കും അറിയാം അല്ലേ? ഈ 10 പ്രമാണം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഒരാൾ ധൈര്യപൂർവ്വം പോകണം. നമുക്ക് ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം 10 പ്രമാണങ്ങൾ. ഏതൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പോലെ പിതാവ് ഒരാളെ വിളിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നീ 10 പ്രമാണങ്ങൾ അറിയാവുന്ന എല്ലാവരും കൈവയ്ക്കുകയും 10 പ്രമാണങ്ങൾ ഇവിടെ അറിയാം. മോളെ മോളെ 10 പ്രമാണം എന്ന് പറഞ്ഞു. 1ാം പ്രമാണം, എൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം എനിക്കുണ്ടാകരുത്. 2ാം പ്രമാണം, കർത്താവിൻ്റെ അമ്മ മൃഗം പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായ ആചരണം. 3 മോള് പോയി കേട്ടോ. നീ വേറെ ആളുകളുണ്ട്. ഞാൻ ആ കൊച്ചിന് നീ ആൺകുട്ടികളെ വിളിക്കും കേട്ടോ. 12ാം ക്ലാസ്സുകാർക്ക് ഓർത്തേക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ ഭാര്യയെ മോഷിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഷിക്കരുത്. 10 പ്രമാണമായല്ലേ? കൊള്ളാം. പ്രമാണങ്ങളെല്ലാം അറിയാല്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ബൈബിൾ ശരിക്കും വായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരണം. വിശുദ്ധ കുർബാനയെ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിൽ വരണം കേട്ടോ. പള്ളിയിൽ വരണം. അത് അച്ഛൻ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. ഈശോയെ നമ്മൾ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുകയും വരികയും ഒക്കെ ചെയ്യും. നമ്മുടെ രൂപതയുടെ പേര് ഇടുക്കി രൂപതയാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ പിതാവ് ആനിക്കോട്ടിക്കാട്ടിൽ പിതാവാണ്. നമ്മുടെ രൂപത സ്ഥാപിതമായിട്ട് 23 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഇടവകയിൽ മിഷൻ ലീഗ് ഉണ്ടോ? മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നവർക്ക് കൈകൊണ്ടിരിക്കും. മിഷൻ ലീഗുകാരൊക്കെ ഉണ്ടല്ലേ? ഈ ഇടവകയിലെ മിഷൻ ലീഗ് പ്രവർത്തനത്തെ കുറിച്ച് പിതാവിന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് മിഷൻ ലീഗിന്റെ പ്രസിഡന്റ്? മോന് സ്റ്റേജ് ഫിയറൊന്നും ഇല്ലല്ലോ. സാറിന്റെ പ്രസിഡന്റിങ് പോരെ. പ്രസിഡന്റ് സ്റ്റേജ് ഫിയറൊക്കെ മാറ്റി വയ്ക്കും അല്ലേ? മിഷൻ ലീഗിന്റെ ഇടവകയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ മിഷൻ ലീഗിന്റെ പ്രാർത്ഥന ആദ്യമായിട്ട് തന്നെ കുർബാനയ്ക്ക് മുമ്പ് പ്രാർത്ഥനയുണ്ട്. മാസത്തിൽ ഞായറാഴ്ച കാത്തീറിനെ വിളിച്ച് മീറ്റിംഗ് നടത്താറുണ്ട്. പിന്നെ പരിപാടികളൊക്കെ മിഷൻ ലീഗിൽ നമ്മൾ ചേർന്ന് നടത്തുന്നുണ്ട്. ഈ മിഷൻ ട്രീ ഒക്കെ പോയിട്ട് നടത്തുന്നുണ്ട്. മത്സരങ്ങൾക്കൊക്കെ പോകുന്നുണ്ടോ? മേഖലയ്ക്ക് ആദ്യം പിള്ളേരെ ടീമൊക്കെ ആയിട്ട് പോകാറുണ്ട്. ക്വിസ് മത്സരത്തിനൊക്കെ ആയിട്ട്. കഴിഞ്ഞ വർഷം നെടുങ്കണ്ടത്ത് ജൂബിലിക്ക് വന്നായിരുന്നു, പോയില്ല? മോൻ പ്രസിഡന്റൊക്കെ അല്ലേ? ഭാവിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയല്ലോ. നമുക്ക് ദൈവത്തിന് നല്ല കൈയ്യടി കൊടുക്കാം കേട്ടോ. മിഷൻ ലീഗിന്റെ മുദ്രാവാക്യം എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങൾക്ക് മിഷൻ ലീഗിന്റെ ആണ്ടമൊക്കെ അറിയാവോ? മക്കളൊന്ന് പാടിക്കും. ഇത് കഴിയുമ്പോൾ പിതാവ് സീറോ മലബാർ ആണെന്ന് ചോദിക്കും കേട്ടോ.
നന്നായി പാടി കേട്ടോ. എന്തായിരുന്നു വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥന്റെ പേരെന്താ? ഇസ. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്നാണ്? ലയോ 14 മാർപ്പാപ്പ ഏത് രാജ്യക്കാരനാണ്? അമേരിക്കയാണോ? ചൈന? ഏതാ? ചൈനയോ? അതിന് തൊട്ട് മുമ്പ് മരിച്ചുപോയ മാർപ്പാപ്പ ആരാ? ഫ്രാൻസിസ് മാർപ്പാപ്പ നാട്ടുകാരനാണ്. അത് 11ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ എഴുതിയത്. 11ാം ക്ലാസ്സിലെ പെൺപിള്ളേർ. നിങ്ങൾക്കല്ലേ എഴുന്നേറ്റ് ഒരു ആലോചന? നിങ്ങൾ 11 അല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജ്യമല്ലേ? വേറെ ടീച്ചർമാരൊന്നും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. ഏതാ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജ്യം? ഈ ലോകകപ്പിൽ 2 രാജ്യങ്ങളാണ് ഫൈനലിൽ കളിച്ചത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? അതിലൊരു രാജ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജ്യം. സ്പെയിൻ അല്ല, അർജന്റീന കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ശേഷം വന്നാണ് ലയോ 14 മാർപ്പാപ്പ. ഇപ്പം നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് മാർപ്പാപ്പ. നമ്മുടെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ് മേജർ ആർച്ച് ബിഷപ്പ്. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. നമ്മുടെ ഏത് സഭയാണ്? നമ്മുടെ സീറോ മലബാർ സഭയാണ്. അതുപോലെ തന്നെ തോപ്രാംകുടിയിൽ ഒരു പള്ളിയുണ്ട്, മുത്തപ്പൻ പള്ളി. അതിലെത്തി പള്ളിയാണ്. നമ്മുടെ കരിക്കുമേട്ടിൽ ഒരു പള്ളിയുണ്ട്, അത് മലങ്കര കത്തോലിക്ക പള്ളിയാണ്. നമ്മുടെ കേരളത്തിൽ 3 കത്തോലിക്ക വിഭാഗങ്ങളുണ്ട്. വ്യത്യാസം 3 പേരുടെയും കുർബാനയ്ക്ക് വ്യത്യാസമുണ്ട് അല്ലേ? പിന്നെ എന്നാ വ്യത്യാസമുള്ളത്? ഉറക്കെ പറഞ്ഞു. അച്ഛൻ്റെ ഡ്രസ്സിന് വ്യത്യാസമുണ്ട്. പിന്നെ എന്നാ വ്യത്യാസമുള്ളത്? മെത്രാന്മാരുടെ ഡ്രസ്സിന് വ്യത്യാസമുണ്ട് അല്ലേ? മലങ്കര സഭയിലെ മെത്രാന്മാർ തലയിൽ ഇങ്ങനെ കുരിശൊക്കെയുള്ള ഒരു കറുത്ത തുണി, അത് മലങ്കര കത്തോലിക്ക സഭയാണ്. മലങ്കര കത്തോലിക്ക സഭ വന്നത് യാക്കോബായ സഭയിൽ നിന്ന്, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇങ്ങോട്ട് പുനരേക്കപ്പെട്ട് വന്നതാണ്. ഇനി ഞാൻ 2 ചരിത്രം ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ രൂപതയുടെ മതബോധന ഡയറക്ടറുടെ പേര്? നമ്മുടെ രൂപതയുടെ മതബോധന ഡയറക്ടറുടെ പേര്? പിള്ളേരുടെ ചോദിക്കുന്നു കേട്ടോ, പിള്ളേരുടെ ചോദിക്കുന്നു. ആർക്കറിയാം രൂപതയുടെ മതബോധന ഡയറക്ടറുടെ പേര്? ആരാ പറഞ്ഞു തന്നെ? ടീച്ചറാണോ? എന്നാ കുറച്ചുകൂടി നല്ലൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ രൂപതയുടെ മതബോധന ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്യനെയാണ്. നമ്മുടെ രൂപതയുടെ മതബോധന കേന്ദ്രത്തിന്റെ പേരെന്ത്? നമ്മുടെ രൂപതയുടെ മതബോധന കേന്ദ്രത്തിന്റെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ പേരെന്ത്? ക്രിസ്തുജ്യോതി എന്നാണ് അല്ലേ? ക്രിസ്തുജ്യോതി എന്നാണ് നമ്മുടെ രൂപതയുടെ വിശ്വാസ പരിശീലനത്തിന്റെ പേര്. ടീച്ചർമാരോട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, പിള്ളേരോടാണ് ഞാൻ. വൈദികരുടെ മധ്യസ്ഥന്റെ പേരിലായിരുന്നു ജോൺ മരിയ വിയാനിയുടെ പെരുന്നാളെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയോ? നിങ്ങൾ വികാരിച്ചിട്ട് അന്നേരം ആശംസ പറഞ്ഞു. എന്നാ ആശംസിച്ച? കഴിഞ്ഞ ഞായറാഴ്ചയാണ്. നിങ്ങൾ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടോ? നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണോ?
പള്ളി വരാൻ മടിയുണ്ടോ? നുണ പറയുമോ? പള്ളിയിലൊക്കെ വരണം കേട്ടോ. നല്ല മക്കളായിട്ട് നിങ്ങൾ ജീവിക്കണം. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കൽക്കുരിശുണ്ട് അല്ലേ? ആ കൽക്കുരിശ് ഏത് വർഷം വെച്ചതെന്നറിയാമോ? 1653 മട്ടാഞ്ചേരിയിലെ ഒരു കുരിശിൽ ആളുകൾ ഒരു കയറ് കെട്ടി ഒരു പ്രതിജ്ഞ വെച്ചു. ആ സംഭവത്തിന് പറയുന്ന പേരെന്താണ്? 1653 മട്ടാഞ്ചേരി എറണാകുളത്താണ് ഒരു കുരിശിൽ ഒരു കയറ് കെട്ടി ആളുകൾ ഒരു പ്രതിജ്ഞ ചെയ്യും. എന്താണ് പ്രതിജ്ഞ? അത് അല്ല, അതിൻ്റെ പേരാണ് ആ സംഭവത്തിൻ്റെ കൂനംകുരിശ് സത്യം അല്ലേ? ഈ കൂനംകുരിശ് സത്യം എന്നാ പറഞ്ഞത് ആരാ പറഞ്ഞു? മോളാണോ പറഞ്ഞത്? മോൾ തന്നെ ആരെയും പറഞ്ഞു തന്നാണ്? മോൾക്ക് ഒരു സമ്മാനമുണ്ട്. ബ്രദറെ ഒരു കൊണ്ടുകൊടുക്കുക. മോളെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എട്ടിലെ ടീച്ചർ ആരാ? ടീച്ചർ ഉണ്ടോ ഇവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭ ഏതാണ്? ഏറ്റവും വലിയ കത്തോലിക്ക സഭയാണ് സീറോ മലബാർ സഭ. ലോകത്തിലെ കത്തോലിക്ക സഭകളിൽ മൂന്നാമത്തേതാണ്. ലത്തീൻ സഭയാണ് കേട്ടോ. പറഞ്ഞു അല്ലേ? ചെറിയ ചോദ്യം. ലാറ്റിൻ സഭയുടെ കുർബാനയും നമ്മുടെ കുർബാനയും വ്യത്യാസമുണ്ട് അല്ലേ? നിങ്ങൾ ലാറ്റിൻ സഭയുടെ കുർബാന കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടേക്കുന്നത്? വയലാ. മാർപ്പാപ്പ ചെല്ലുന്നത് ലത്തീൻ സഭയുടെ കുർബാനയാണ്. മാർപ്പാപ്പ ചെല്ലും തീരൊക്കെ കാണാറ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭ ലത്തീൻ സഭയാണ്. മൂന്നാമത്തെ സഭ സീറോ മലബാർ സഭയാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ സഭയാണ്. മണ്ഡലത്തിലൊന്നും പറയരുത് കേട്ടോ. പത്താം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയത്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സഭ ലത്തീൻ സഭയാണ്. മൂന്നാമത്തേത് സീറോ മലബാർ സഭയാണ്. രണ്ടാമത്തേതാണ്. ഞാനിത് ക്രൂതല്ല. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേരിലാണ് ആ സഭ അറിയപ്പെടുന്നത്. ഇസ്രായേൽ എന്ന്. ഉക്രൈൻ സഭയാണ് കേട്ടോ. ഉക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയാണ് ലോകത്തിൽ രണ്ടാമത്തെ വലിയ കത്തോലിക്ക സഭ. അവിടെ യുദ്ധമല്ലേ? ഇരുന്നു. ക്ലൂ തന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലേ? ഇവിടെ ഒരു വ്യക്തി പറഞ്ഞായിരുന്നു. പക്ഷേ ആ സഭയെക്കുറിച്ച് അറിയാമായിട്ടാണ് പറഞ്ഞതെന്ന് അറിയാമായിരുന്നു. ഉക്രൈൻ സഭയാണ്. നമ്മുടെ കത്തോലിക്കൽ ലോകത്ത് എത്രമാത്രമുണ്ട്? എത്ര കോടി കത്തോലിക്കലുണ്ട്? 16 കോടിയോ? 16 കോടിയെന്ന്. കത്തോലിക്കൽ എത്ര കോടിയുണ്ട്? ഇനിയൊന്നുമില്ല. ലോകത്തിലെ 150 കോടി കത്തോലിക്കൽ. ഇന്ത്യയിലെ 140 കോടിയോളം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അത്രയും കത്തോലിക്കൽ ലോകത്തിൽ. അതുപോലെ തന്നെ വേറെ ക്രൈസ്തവ സഭകളും. നിങ്ങൾക്കറിയാവുന്ന വേറെ കത്തോലിക്കലല്ലാത്ത ക്രൈസ്തവ സഭകൾ ഏതൊക്കെയാണ്? അത് കത്തോലിക്കലാണ്. ലാറ്റിൻ സഭയും മലങ്കര കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയാണ്. കത്തോലിക്കലല്ലാത്ത CSI സഭയെക്കുറിച്ച് അറിയാമോ? CSI അറിയാമോ? പെന്തക്കോസ്തൽ അറിയാമോ? യാക്കോബായ അറിയാമോ? ഓർത്തഡോക്സ് അറിയാമോ? അതൊന്നും കത്തോലിക്ക സഭയല്ല. മാർപ്പാപ്പയുടെ കീഴിലുള്ളതാണ് കത്തോലിക്ക സഭ.
ആ കത്തോലിക്കാ സഭയിലെ ഒരു രൂപതയാണ് ഇടുക്കി രൂപത. ഇടുക്കി രൂപതയുടെ ആസ്ഥാനം എവിടെയാണ്? ഇടുക്കി രൂപതയുടെ ആസ്ഥാനം കരിമ്പൻ. നിങ്ങളവിടെ വന്നിട്ടുണ്ടോ? അവിടെ വന്നിട്ടുള്ളവരുണ്ട് കൈ കുട്ടിക്ക്. നിങ്ങളെല്ലാവരും അവിടെ വരണം കേട്ടോ. കൈ കാത്തിക്കോ. മുതിർന്ന പിള്ളേരൊന്നും അവിടെ വന്നിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബസ്സൊക്കെ അതിലെയാണ് പോണത്. അപ്പം നിങ്ങൾ അവിടെയൊക്കെ വരണം, പ്രാർത്ഥിക്കണം, നല്ല കുട്ടികളായിട്ടൊക്കെ വളരണം. ഇനി നിങ്ങൾക്ക് വേദപാഠമാണ്. ഇനി പിതാവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിച്ചു. ജോർജ് കുട്ടി സാറ് നമ്മുടെ ഇടവകയിലെ മിഷനറിയൊക്കെ എങ്ങനെയുണ്ട്? ഏത് 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 ലെവലിലാണ്? ഗോൾഡ് ആണോ, സിൽവർ ആണോ, ബ്രോൺസ് ആണോ, അയൺ ആണോ? നമ്മുടെ സിൽവറാണ്, ബ്രോൺസ് ആണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പോയിട്ട് കൊണ്ട് മേടിക്കാം കേട്ടോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിള്ളേർ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് കിട്ടും കേട്ടോ. അപ്പം മക്കളെ നിങ്ങൾ നല്ല മക്കളായിട്ട് വളരണം, ഈശോയെ സ്നേഹിക്കണം, സഭയെ സ്നേഹിക്കണം, സഭയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം കേട്ടോ. പിതാവിനെ കണ്ടത് വളരെ സന്തോഷം. പള്ളി വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പിതാ ആദ്യം ഒരു കാര്യം പറഞ്ഞു, പള്ളി വരുമ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ട് പറഞ്ഞതാ അവന്? നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും മാന്യവുമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വരുന്നത്. അതുപോലെ നമ്മൾ നന്നായിട്ട് പഠിക്കണം, പഠിച്ചു മിടുക്കരാവുക, ദൈവം അനുഗ്രഹിക്കുക കേട്ടോ. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടും ക്ഷമിക്കണമേ. ലോഹത്തിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പാവങ്ങളുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അറിവായ നിങ്ങൾക്ക് വേണ്ടി പോലും നടന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് നമുക്ക് നന്ദി ദൈവം എന്നുള്ള പാട്ട് പാടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പിതാവിന് എല്ലാവർക്കും ഇഷ്ടമായോ? ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നല്ലേ? ആഗോള സഭയെക്കുറിച്ച്, നമ്മുടെ സീറോ മലബാർ സഭയെക്കുറിച്ച്, നമ്മുടെ രൂപതയെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായി നമ്മുടെ പിതാവ് പറഞ്ഞു തന്നു. ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കൊന്നുമില്ലല്ലോ. പിള്ളേർക്കൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പിതാവ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അറിയാതെ വരുമോ എന്നൊക്കെ. പക്ഷേ കുട്ടികളെല്ലാം വളരെ ലൈവായിരുന്നു, സജീവമായിരുന്നു. നമുക്ക് പിതാവിന് 1 2 1 2 3 എന്നൊരു കൈയടിച്ചു കൊടുത്താലോ? പിതാവിന് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണ്, ഇഷ്ടമാണ്. പിതാവ് നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ?
കരിമ്പലില് രൂപത ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കൊരു ദിവസം പോകണ്ടേ? യെസ്. അപ്പോൾ നമ്മൾ ഈ വർഷം വിശുദ്ധ കുർബാന ചലഞ്ച് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയും മിഷൻ ലീഗിൻ്റെയും തിരുവാല സഖ്യത്തിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ 365 ദിവസം ദേവാലയത്തിൽ വരുന്നവർക്ക് അച്ഛൻ സൈക്കിളുകൾ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുഴുവനായി വരുന്നവർക്ക് സമ്മാനമുണ്ട്. നമ്മൾ ഓഗസ്റ്റ് 1-നാണ് ചലഞ്ച് ആരംഭിച്ചത്. ഒരാഴ്ച തുടർച്ചയായി ദേവാലയത്തിൽ വരുന്നവർക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു. എന്നിട്ടും നമ്മുടെ 9 കുട്ടികൾ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്നു. അവർക്ക് ഒരു സമ്മാനം ഇപ്പോൾ പിതാവ് കൊടുക്കുകയാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ സമ്മാനദാനം നിർവഹിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ വന്ന് ഈ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടതാണ്. എയ്തൻ റോയി എടശ്ശേരിക്കുന്നേൽ, ഏബിൾ മാനുവൽ ഇട്ടുകുന്നേൽ, ആഞ്ചലോ കൂട്ടപ്ലാക്കൽ, ജസ്റ്റിൻ ബിജു കാഞ്ഞിരക്കാട്ടുകുന്നേൽ, ആദർശ് അനീഷ് നാലുനടയിൽ, സെവിൻ വടക്കേൽ, ജിയോൺ ജോസ് പെരുമ്പള്ളി, വിയന്ന ജോസ് പെരുമ്പള്ളി, അലോണ റോയി ഇടശ്ശേരിക്കുന്നേൽ. ഇത്രയും കുട്ടികൾ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും തോൽച്ചെറിയുന്ന മഴയത്തും ദേവാലയത്തിൽ വന്ന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും നാളെ മുതൽ വീണ്ടും അടുത്ത ഒരാഴ്ച വരുന്നവർക്ക് സമ്മാനം കൊടുക്കും. ഒരു മാസം വരുന്നവർക്ക് സമ്മാനമുണ്ട്. അതേപോലെ ഒരു വർഷം വരുന്നവർക്ക് വലിയ സമ്മാനമുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പേരിലും മിഷൻ ലീഗിൻ്റെ പേരിലും തിരുവാല സഖ്യത്തിൻ്റെ പേരിലും ഒക്കെ നമ്മളോടൊപ്പം ഇത്രയും സമയമായിരുന്ന നമ്മുടെ അഭിനന്ദ പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇടവകയിലേക്ക് വരികയും സൺഡേ സ്കൂൾ കുട്ടികളെയൊക്കെ ഇത്രയധികം നേരം അവരുമായിട്ട് സംസാരിക്കാനൊക്കെ സമയമെടുത്തു. പിതാവ് എപ്പോഴും ചിരിച്ചാണിരിക്കുന്നത് അല്ലേ? ആ, പിതാവിനെ കാണുമ്പോൾ പേടിയുണ്ടോ? ആ, ഇഷ്ടമുണ്ടോ? അങ്ങനെ ആർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിൽ സുസ്മേര വദനായി എപ്പോഴും ചിരിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ പിതാവ്. നമ്മുടെ പിതാവ് വളരെ ചെറുപ്പക്കാരനാണല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാ സംഘടനകളുടെയും പേരിൽ, സൺഡേ സ്കൂളിൻ്റെ പേരിൽ, നമ്മുടെ ഭക്തസംഘടനകളുടെ പേരിലെല്ലാം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ അഭിമന്യ പിതാവിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു.